നമസ്കാരം. സ്വപ്നങ്ങളുടെ നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയിൽ പൗരത്വം ഒരു നിയമപരമായ പദവി മാത്രമല്ല, വിശ്വാസത്തിന്റെ മുദ്ര കൂടിയാണ്. എന്നാൽ ആ വിശ്വാസത്തിന് മുകളിൽ സംശയത്തിന്റെ നിഴൽ വീഴുമ്പോൾ ഒരാളുടെ ജീവിതയാത്ര തന്നെ പുതിയ വഴിത്തിരിവിലേക്ക് മാറും. ഇന്ത്യൻ വംശജനായ വ്യവസായി നീരജ് ശർമ്മയുടെ അമേരിക്കൻ പൗരത്വം റദ്ദാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വ്യാജ H-1B വിസ അപേക്ഷകളും തെറ്റായ വിവരങ്ങളും ഉപയോഗിച്ചാണ് പൗരത്വം നേടിയതെന്നാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പിന്റെ ആരോപണം. ഈ സംഭവം ഒരാളുടെ വ്യക്തിപരമായ പ്രതിസന്ധി മാത്രമല്ല, കുടിയേറ്റ നിയമങ്ങളുടെയും വിശ്വാസ്യതയുടെയും പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സംഭവം കൂടിയാണ്. വ്യാജരേഖ ചമച്ചും വിവരങ്ങൾ മറച്ചുവെച്ചും US പൗരത്വം നേടിയെന്ന ആരോപണത്തിൽ ഇന്ത്യൻ വംശജനായ കമ്പനി CEO ഉൾപ്പെടെ 17 പേരുടെ പൗരത്വം റദ്ദാക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടപടി തുടങ്ങിയത്. തെറ്റായ വിവരങ്ങൾ നൽകി പൗരത്വം നേടിയ വിദേശ വംശജരെയും ഗുരുതരമായ ലൈംഗിക അക്രമ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരെയുമാണ് ഈ നടപടിയിലൂടെ ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പൗരത്വ റദ്ദാക്കൽ നടപടികളിൽ ഒന്നാണിതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വ്യാജരേഖകൾ ചമച്ചും വിവരങ്ങൾ മറച്ചുവെച്ചും പൗരത്വം നേടിയ 17 പേർക്കെതിരെ പൗരത്വം റദ്ദാക്കാനുള്ള നിയമ നടപടികൾ ആരംഭിച്ചതായി US നീതിന്യായ വകുപ്പാണ് അറിയിച്ചത്. വ്യാജരേഖകൾ സൃഷ്ടിച്ചവർക്ക് പുറമെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, സാമ്പത്തിക തട്ടിപ്പുകൾ, കുടിയേറ്റ തട്ടിപ്പുകൾ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാവുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തവരാണ് ഈ പട്ടികയിലുള്ളതെന്ന് വകുപ്പ് വ്യക്തമാക്കി. ന്യൂജേഴ്സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമയും സിഇഒയുമായ ഇന്ത്യൻ വംശജനായ വ്യവസായി നീരജ് ശർമ്മയും പട്ടികയിലുണ്ട്. പ്രമുഖ ആഗോള ധനകാര്യ സ്ഥാപനത്തിൽ വിദേശ ജീവനക്കാർക്ക് ജോലി നൽകാനെന്ന വ്യാജേന 11 H-1B വിസ അപേക്ഷകളിൽ നീരജ് ശർമ്മ ഒപ്പുവെച്ചു സമർപ്പിച്ചതായാണ് നീതിന്യായ വകുപ്പിന്റെ കണ്ടെത്തൽ. കമ്പനി എക്സിക്യൂട്ടീവുകളുടെ വ്യാജ ഒപ്പുകളും വ്യാജരേഖകളും നിർമ്മിച്ചാണ് ഇയാൾ ഈ അപേക്ഷകൾ തയ്യാറാക്കിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ 2017 പൗരത്വത്തിനായി അപേക്ഷിക്കുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന കുറ്റവും ഇയാളുടെ പേരിൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്. താൻ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെടാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നും കുടിയേറ്റ ആനുകൂല്യങ്ങൾക്കായി കള്ളം പറഞ്ഞിട്ടില്ല എന്നും ഇയാൾ സത്യപ്രസ്താവന നടത്തിയിരുന്നു. തുടർന്ന് 2017 ഡിസംബറിലാണ് ഇയാൾക്ക് പൗരത്വം ലഭിക്കുന്നത്. എന്നാൽ 2015 2017 ഇടയിൽ നടത്തിയ വിസ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് നീരജ് ശർമ്മ പിന്നീട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കുകയും തെറ്റായ വിവരങ്ങൾ നൽകി പൗരത്വം നേടിയെടുക്കുകയും ചെയ്തു എന്നാണ് ആരോപണം. ഈ പശ്ചാത്തലത്തിൽ ഇയാളുടെ പൗരത്വം റദ്ദാക്കാനാണ് നീതിന്യായ വകുപ്പ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നീരജ് ശർമ്മയ്ക്ക് പുറമെ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ അക്രമ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട മറ്റ് 16 പേരുടെ പൗരത്വവും റദ്ദാക്കാൻ US നീതിന്യായ വകുപ്പ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. മകളെ ലൈംഗികമായി പീഡിപ്പിച്ച ഹെയ്തിയിൽ നിന്നുള്ള കുടിയേറ്റക്കാരൻ, 15 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശിക്ഷിക്കപ്പെട്ട മുൻ യൂഗോസ്ലാവിയ സ്വദേശി, പ്രായപൂർത്തിയാകാത്തവരുടെ അശ്ലീല ദൃശ്യങ്ങൾ കൈവശം വെച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട മെക്സിക്കോ സ്വദേശി, കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ കൊളംബിയയിൽ ജനിച്ച മുൻ കത്തോലിക്ക പുരോഹിതൻ, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ കുറ്റസമ്മതം നടത്തിയ ഫിലിപ്പീൻസ് സ്വദേശി എന്നിവരാണ് പൗരത്വം നഷ്ടമാകുന്ന പ്രധാനികളെന്ന് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ പ്രതിയായ കൊളംബിയൻ മയക്കുമരുന്ന് കടത്തുകാരന്റെ മകൾ, സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ജമൈക്കൻ സ്വദേശി, കാസിനോ തട്ടിപ്പ് കേസിൽ പ്രതിയായ ക്യൂബൻ വംശജയായ സ്ത്രീ എന്നിവരും പൗരത്വം റദ്ദാക്കപ്പെടുന്നവരുടെ പട്ടികയിലുണ്ട്. ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ ശക്തി തെളിയുന്നത് കുറ്റം സംഭവിക്കാതിരിക്കുമ്പോഴല്ല, സംഭവിച്ചാൽ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിലൂടെയാണ്. നീരജ് ശർമ്മയുടെ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. അതിനാൽ അന്തിമ വിധി വരുന്നതുവരെ ആരോപണങ്ങൾ ആരോപണങ്ങളായി തന്നെ നിലനിൽക്കും. എന്നാൽ ഈ സംഭവം ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹത്തിന് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവസരങ്ങൾ നേടിയെടുക്കാൻ കഴിയും, പക്ഷെ അവ നിലനിർത്താൻ സത്യസന്ധതയും നിയമാനുസരണയും ആവശ്യമാണ്. വിശ്വാസത്തിന്റെ അടിത്തറയിൽ പണിത ജീവിതത്തിന് മുന്നിൽ ഒരിക്കൽ സത്യത്തിന്റെ വാതിൽ തട്ടിയെത്തുമ്പോൾ അതിന്റെ മറുപടി ചരിത്രം രേഖപ്പെടുത്തും. 5th ആനന്ദ് TV ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. For more details and tickets, call 020-8548-4897.